അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ദിവസമായി ഷോർട്സൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, അച്ചൂസിന് പനിയായിരുന്നു, അപ്പൂനാണെങ്കിൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇന്നാണെങ്കിൽ സൺഡേ ആയിട്ട് ഇവിടെ വൈകുന്നേരം നല്ല മഴക്കാറ് കയറിയിട്ടുണ്ട്, ഇടിയും കുടുങ്ങുന്നുണ്ട്. എല്ലാ ദിവസവും മഴ പറ്റിക്കലാണ് പരിപാടി. ഇന്ന് പെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പൂസാണെങ്കിൽ സൺഡേ ആയതുകൊണ്ട് ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ജസ്റ്റ് എടുത്തേക്കാന്ന്. ഇന്ന് നമുക്ക് സൺഡേ ആയിട്ട് വൈകിട്ട് ചപ്പാത്തിയും ബീഫ് കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ മഴക്കാറ് കയറിയപ്പോൾ തന്നെ വേഗം പോയി പണിയൊക്കെ തീർത്ത് കുളിച്ച് വന്നിട്ടുണ്ടായി. അപ്പോഴത്തേക്കും അമ്മ ബീഫിനെ കുളിച്ച് കുട്ടപ്പനാക്കി പൊടികളൊക്കെ ഇട്ട് ഉരുളിയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ഗ്യാസിൻ്റെ ലഭ്യതക്കുറവ് കൊണ്ട് നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ കത്തുന്ന വിറക് നമുക്കുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു അടുപ്പത്ത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ മസാലയൊക്കെ ഇട്ട് തിരുമ്മി നല്ല സൂപ്പറാക്കി ഉരുളിയിൽ വെച്ചിട്ടുണ്ട്. ബീഫിൻ്റെ ആൾ അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് ബീഫ് ഫേവറേറ്റ് ആണ്. അതുപോലെ തന്നെ ബീഫ് ഉണ്ടാക്കാനും അമ്മയാണ് ബീഫ് എപ്പോഴും ഉണ്ടാക്കുന്നത്. ചിക്കൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് ചിക്കൻ എപ്പോഴും ഞാനാണ് ഉണ്ടാക്കാറ്. ഞങ്ങൾ അങ്ങനെയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിലും കൈ കടത്താറില്ല. അങ്ങനെ അമ്മ നമ്മുടെ ബീഫ് കൂട്ടനെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച് കഴിയുമ്പോൾ നല്ല കത്തണ വിറകാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ തീരും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്തണ വിറകാണെങ്കിൽ അടുപ്പിൽ എല്ലാ സാധനങ്ങളും കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി? ഇന്ന് പരീക്ഷയൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പരീക്ഷ ഒക്കെ ആയതുകൊണ്ട് ആരും കറങ്ങാൻ പോക്കൊന്നും ഉണ്ടാവില്ലായിരിക്കുമല്ലോ, എല്ലായിടത്തും പരീക്ഷ നടക്കുമല്ലേ. അപ്പോൾ എന്തിറച്ചിയാണെങ്കിലും ഈ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഒരുക്കാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അച്ചൂസ് എഴുന്നേൽക്കുന്നതിന് മുൻപ് ഒന്ന് ഒരുക്കി വൃത്തിയാക്കി കൊടുക്കണം. അച്ചൂസാണെങ്കിൽ നല്ല ഉറക്കമാണ് ആൾക്ക്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ തന്നെ വേണം, എപ്പോഴും ഞാനിങ്ങനെ അടുത്ത് വേണം. അതുകൊണ്ട് ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരുടെയും കയ്യിൽ പോവില്ല. അപ്പോൾ അവൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് എൻ്റെ പണികളൊക്കെ തീർക്കണം. ഞാനപ്പോൾ കിഴങ്ങെടുക്കാൻ മറന്നു പോയിട്ടോ. എനിക്ക് കിഴങ്ങിട്ടിട്ട് ഏതിറച്ചിയാണെങ്കിലും കിഴങ്ങിട്ട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ കിഴങ്ങെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ, ഹാളിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മഴയും കാണാം, അതുപോലെ വീഡിയോയും എടുക്കാം. നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല സുഖമായി റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് പണി ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ മഴ എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു വികാരമാണ്. ഇവിടെ നമ്മുടെ പ്രചരണജാഥ പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തുരുതുരാതെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അപ്പൂസ് സൈക്കിൾ എവിടെ ഇറങ്ങണം എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ ശ്രീയുടെ അടുത്ത് അവനെ വേഗം വിളിച്ച് അകത്ത് കയറ്റും. മഴയും വരുന്നുണ്ട്, വണ്ടിയും വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ. എന്താ പറയുക, മഴക്കാർ കയറുന്നത് കാണുമ്പം പേടിയാവുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമായിരിക്കും അല്ലേ. എന്ന് വെച്ചാൽ വീടില്ലാത്തതും അങ്ങനെയൊക്കെ. ഇപ്പോൾ ഒരുപാട് മഴ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് പലയിടങ്ങളിലും മഴ പെയ്യുമ്പോൾ പേടിയാണ്. പക്ഷേ എനിക്ക് മഴ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എത്ര കണ്ടാലും മടുക്കാത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീസണാണ് മഴക്കാലം. എനിക്ക് എന്താ പറയുക, മഴ എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർമ്മകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. അതുപോലെ പുതുമണ്ണിൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്താ പറയുക, ഒരു മഴ പെയ്യുന്ന വീഡിയോ കണ്ടാൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അങ്ങനെയാണ്. അപ്പം അമ്മ എല്ലാ വീട്ടിലുള്ള കലാപരിപാടികളിലാണ്. കാരണം അമ്മ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, വിറകെടുത്തിടാൻ ഓടുന്നു, തുണിയെടുക്കാൻ ഓടുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കാല് വീഡിയോയിൽ കിട്ടി. അമ്മ കണ്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം ഞങ്ങളത് പറഞ്ഞ് ചിരിച്ചതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ മഴക്കാറ് കയറുന്നുണ്ട്, ഇരുട്ട് വെക്കുന്നുണ്ട്. എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മഴ കാത്തു കഴിയുന്ന വേഴാമ്പലിനെ പോലെയാണ് ഞാനെന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് കേട്ടോ. കാരണം അത്ര ഇഷ്ടമാണ് എനിക്ക് മഴ എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇരിക്കുക, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക. ഈ മഴ ഇങ്ങനെ ആസ്വദിക്കാനുള്ള ടൈമൊന്നും ഇപ്പോൾ കിട്ടാറില്ല, അത് വേറെ കാര്യം. കാരണം അച്ചൂസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനൊന്നും പറ്റാറില്ല. മിറ്റം അടിച്ചിട്ട് മിറ്റം മൊത്തം കരിയില വീണിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ളതും അപ്പുറത്തെ വീട്ടിലുള്ളതും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള കരിയിലാണ് കൊണ്ട് വന്ന് വീഴുന്നത്. മഴയൊക്കെ കണ്ടു നിന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബീഫിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വീണ്ടും മഴ കാണാൻ പോയി. എനിക്കിങ്ങനെ തീ കത്തുന്ന കണ്ടിട്ട് നല്ല രസം തോന്നുന്നു. എന്താണെന്നറിയില്ല, അത് വീഡിയോയിൽ എടുത്തപ്പോഴത്തേക്കും നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പിള്ളേരെ ഒച്ചപ്പാടും ബഹളവും കേട്ട് ഞാൻ മുറ്റത്തോട്ട് ചെന്നപ്പോൾ നല്ല പൊട്ടി പറത്തിയുള്ള കാറ്റാണ് കേട്ടോ. പിള്ളേർക്ക് തുള്ളി ചാടുകയാണ് പിള്ളേർ കിടന്ന് മഴയും കാറ്റൊക്കെ കണ്ടിട്ട്.
സത്യം പറഞ്ഞാൽ കൂടെ ചാടാൻ എനിക്കും തോന്നി. പിന്നെ നമ്മുടെ പ്രായം അതിന് അനുവദിക്കില്ലല്ലോ. പിന്നെ അച്ചൂസിന് അപ്പോഴത്തേക്ക് അച്ചൂസ് എഴുന്നേറ്റ് വന്നു. അവനൊന്ന് മഴ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നല്ല പൊടി പറക്കുന്ന കാറ്റാണ്. മഴയൊക്കെ കണ്ടു കയറി വന്നപ്പോഴത്തേക്കും അമ്മ ഉള്ളിയൊക്കെ വഴറ്റാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വലിയ മഴയൊന്നും പെയ്തില്ല, ചെറിയ രീതിയിലൊരു മഴ പെയ്ത് എന്നെ പറ്റിച്ചിട്ട് പോയി ആ മഴ. അപ്പോൾ ആ മഴ ഇത്രയും ചെറിയൊരു മഴയായിരിക്കും ഞാൻ വിചാരിച്ചില്ല അതിൻ്റെ വരവ് കണ്ടപ്പം. എന്നാലും എനിക്ക് തോന്നിയായിരുന്നു മിക്കവാറും കാറ്റ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളി ഉള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്ക് അമ്മ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫും കിഴങ്ങും ഒക്കെ ഇട്ടു. കിഴങ്ങ് എനിക്ക് പറഞ്ഞ പോലെ പെറുക്കി തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീഫാണെങ്കിലും ചിക്കനാണെങ്കിലും കിഴങ്ങ് ഇട്ട് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെ ഇട്ടു. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവി ആയിട്ടാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കറി ഒത്തിരി അങ്ങ് കുറുകി പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റത്തില്ല, ഒത്തിരി വെള്ളമായിട്ടിരിക്കുന്നതും എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല മഴ, തണുപ്പ്, നല്ല പാൽ ചായ, അതുപോലെ അതിൻ്റെ കൂടെ ചപ്പാത്തി, ബീഫ് കറി, അടിപൊളി. അപ്പോൾ നമ്മളെല്ലാവരും സൺഡേ ഒക്കെ ഇങ്ങനെ ആസ്വദിക്കുക. നമ്മൾ പാല് കാച്ചാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് സെറ്റായി. ചപ്പാത്തിയും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായ കുടിക്കാം. എല്ലാവരും സൺഡേ നല്ല ഫുഡൊക്കെ കഴിച്ച് മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് സിനിമയൊക്കെ കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേഗം കഴിക്കാം. നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ ബൈ.